Welcome back. Our next topic, two-dimensional arrays. അതായത് നമ്മൾ ഓൾറെഡി വൺ ഡയമെൻഷണൽ അറേസിനെ പറ്റിയിട്ട് പഠിച്ചു. വൺ ഡയമെൻഷണൽ അറേയിൽ അതായത് ഒരു ഡയമെൻഷൻ, അതായത് റോ വൈസ് ഓർ കോളം വൈസ് ഏതെങ്കിലും ഒരു രീതിയിലായിരുന്നു നമ്മൾ ഡാറ്റ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കൊരു ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യണമെങ്കിലാണ് എന്തുപയോഗിക്കുന്നത്, ടു ഡയമെൻഷണൽ അറേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടു ഡയമെൻഷണൽ അറേക്ക് ടു ഡയമെൻഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ആ ടു ഡയമെൻഷൻസിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ്. അപ്പോൾ റോസ് എന്ന് പറയുമ്പം റോ വൈസ് ആയിട്ട് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ദെൻ ഓരോ റോയെയും നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ സ്പെസിഫൈ ചെയ്യുന്നത് ഡിക്ലറേഷൻ ഓഫ് ടു ഡയമെൻഷണൽ അറേസ്, മെമ്മറി ലേഔട്ട്സ്, ഇനിഷ്യലൈസിങ് ടു ഡയമെൻഷണൽ അറേസ്, ആക്സസ് ടു ഡയമെൻഷണൽ അറേ എലമെൻറ്റ്സ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേസ്. ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടു ഡയമെൻഷണൽ അറേസ്. In C language support multidimensional arrays also. The simplest form of a multidimensional array is the two-dimensional array. That is, a multidimensional array is ഏറ്റവും simplest form ആണ് two-dimensional array എന്ന് പറയുന്നത്. The two-dimensional array can be defined as an array of arrays. The two-day array is organized in matrices which can be represented as the collection of rows and columns. Two-dimensional array is known as matrix. Both the rows and column index begins from 0. അതായത് ഒരു ടു ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വൺ ഡയമെൻഷണൽ അറേ. അപ്പം നമുക്ക് ഈ ഒരു അറേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ അറേ ഓഫ് സൈസ് 3 അല്ലേ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് കോളംസ് ഒക്കെ എന്താണ്, വൺ ഡയമെൻഷണൽ അറേ വിത്ത് സൈസ് 3 ആണ്. ഓക്കെ, ദെൻ നമ്മളതിനെ ഫസ്റ്റ് റോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ്സ് ഓൾസോ എ വൺ ഡയമെൻഷണൽ അറേ അല്ലേ. ആ വൺ ഡയമെൻഷണൽ അറേയിൽ 5 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള 3 വൺ ഡയമെൻഷണൽ അറേസ് ചേർന്നതാണ് എന്ത്, ഇപ്പം നമ്മളിവിടെ റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അറേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടേബിൾസിൻ്റെ ഓരോ റോസും അല്ലെങ്കിൽ ഓരോ കോളംസും എന്തായിരിക്കും, ഒരു വൺ ഡയമെൻഷണൽ അറേ ആയിരിക്കും. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ടു ഡയമെൻഷണൽ അറേസ്. The basic syntax or the declaration of two-dimensional array. Data type, array name, row size, column size. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിലെല്ലാം നമ്മളൊരു ടൈപ്പ്, അതായത് ഒരു വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴാണെങ്കിലും വൺ ഡയമെൻഷണൽ അറേസിനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ അറേനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ടു ഡയമെൻഷണൽ അറേയാണ്. അറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഇലമെൻറ്റ്സ് ആണ്. ഹോമോജീനിയസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ഇലമെൻറ്റ്സിനും ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഡാറ്റ ടൈപ്പ് ഏതാണ്. ദെൻ അറേയുടെ നെയിം എന്താണ്, അറേ നെയിം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയർ നെയിം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന റോ സൈസ് ആൻഡ് കോളം സൈസ്. ഫസ്റ്റ് ഇൻഡെക്സ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് റിപ്രസെൻ്റ് ചെയ്യുന്നത് റോയാണ്. ദെൻ സെക്കൻഡ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് റിപ്രസെൻ്റ് ചെയ്യുന്നത് കോളം സൈസാണ്. ഓക്കെ, അപ്പം ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് വിൽ ആക്സെപ്റ്റ് ബൈ ടു ഡയമെൻഷണൽ അറേസ് ഇൻ C. For example, if you want to store integer values, then we declare the data type as integer, and we want to store character type values, then we declare the data type as char. Okay, the array name, this is a name you want to give it to this C two-dimensional array. For example, student, age, mark, etc. Okay,
ദെൻ റോസ് ഇവിടെ നോക്കുന്നതിൽ ഇവിടെ ഒരു എക്സാമ്പിൾസ് പറഞ്ഞതിനകത്ത് സ്റ്റുഡൻറ്റ്, ഏജ്, മാർക്സ്, ദെൻ വീണ്ടും മാർക്സ് പറയുന്നുണ്ട്. ഈ രണ്ട് മാർക്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, മറ്റേതിൽ സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ. ദെൻ റോ സൈസ്, ദ നമ്പർ ഓഫ് റോ എലമെന്റ്സ് ആൻ array can store. For example, the row size is 10, then the array will have 10 rows. And second, column size, number of column elements an array can store. For example, column size equal to 8, the array will store 8 columns. For example, int marks for 3. അപ്പോൾ ഇവിടെ marks എന്ന് പറയുന്നത്, marks is an array of type integer and it stores maximum 12 elements. That means 4 rows into 3 columns അല്ലേ. ഒരു റോയിലും 3 columns വരികയാണ്. അങ്ങനെയുള്ള 4 rows വരുമ്പോൾ അതിനകത്ത് നമുക്ക് ടോട്ടൽ സ്റ്റോർ ചെയ്യാവുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 12 elements ആണ്. ദെൻ റിപ്രസെൻറ്റേഷൻ ഓഫ് 2-dimensional array ഇൻ മെമ്മറി. മെമ്മറിയിൽ 2-dimensional arraysനെ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. 2-dimensional arrays are stored in memory. As with the single-dimensional arrays, each dimension of the array is indexed from 0 to its maximum size minus 1. The first index selects the row and the second index selects the column within that row. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ഫോർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഈ അറേയിൽ ടോട്ടൽ 12 എലമെൻസിനെ റിപ്രസെൻറ്റ് ചെയ്യണം. ആ 12 എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 4 rows and 3 columns ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 0 എന്നായിരിക്കും. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ 0th റോയിലെ ഫസ്റ്റ് എലമെൻ്റ്, അതായത് 0 1 ആണ്. ദെൻ തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 0 2, 0th റോയിലെ സെക്കൻഡ് എലമെൻ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ ഒരു അറേ അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണെങ്കിൽ 0th element is at the position 1000 and 01th element is at the memory location 1002. Then 02 is at the memory location 1004. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റോ എന്ന് പറയുമ്പം ഇത് ശരിക്കും മെമ്മറിയില്ല, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എത്രയാണോ സൈസ് പറയുന്നത്, എത്ര ഒരു റോയിൽ എത്ര കോളംസ് ആണോ ഉള്ളത്, ആ നമ്പർ ഓഫ് കോളംസ് കഴിഞ്ഞ് നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെൻറ്റ്സ് ദ സെക്കൻഡ് റോ, അതായത് നെക്സ്റ്റ് റോനെയാണ് അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് റോ 1 ആണ്. റോ 1 എലമെൻറ്റ്സ് സ്റ്റാർട്ട്സ് വിത്ത് ദ സബ്സ്ക്രിപ്റ്റ് വാല്യൂ 10 and 11 12 and so on. ഇപ്പോൾ ഇവിടെ 4 3 എന്ന് പറഞ്ഞതുകൊണ്ട് 3 എലമെൻറ്റ്സ് വരുന്നുള്ളൂ, അതുകൊണ്ട് 10 11 12. ദെൻ സെക്കൻഡ് റോ ആക്ച്വലി ഇറ്റ് ഈസ് തേർഡ് റോ, ഇറ്റ്സ് റിപ്രസെൻറ്റഡ് ആസ് 20 21 22. ദെൻ ദ ഫോർത്ത് റോ ആൻഡ് ഇൻ അറേയുടെ ബേസിൽ നമ്മളത് പറയുമ്പോൾ ഫോർത്ത് റോ അല്ല, അറേയുടെ കേസിൽ ഇതെന്താണ്? റോ നമ്പർ 3 ആണ്. അതായത് അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th വാല്യൂവിലായതുകൊണ്ട് അറേയുടെ കേസിൽ ഇത് തേർഡ് റോ ആണ്. അപ്പോൾ ഇതിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് 30 31 32. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നമ്മളിതൊരു 1-dimensional array ആയിരുന്നെങ്കിൽ ഇതിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്തായിരുന്നു? 0th element, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ആ വാല്യൂ ആണ് എന്തിനകത്ത് വരുന്നത്? റോനകത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു രീതിയിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് കോളം വൈസ് ആയിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് വാല്യൂ 0 then 1 then 2 ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അതിന് 0 നോക്കുന്ന ഇവിടെ 0 1 2, അത് റോയിൽ 0th element, റോയിൽ 01th element, 02nd element. ഓക്കെ. then next the amount of storage required to hold a 2-dimensional array depends upon its base type and number of rows and number of columns. അതായത് ഒരു മെമ്മറിയിൽ എത്രത്തോളം സ്പേസ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ അറേ ആൻഡ് ദ ടൈപ്പ് ഓഫ് ദ അറേ. ഓക്കെ. ദ സൈസ് ഓഫ് ദ അറേ മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് and the type of the array. The formula to calculate total number of bytes required for a 2-dimensional array is
total byte equal to size of base data type into number of rows into number of columns. അതായത് നമ്മൾ ഏത് ഡാറ്റ ടൈപ്പാണോ ഉപയോഗിക്കുന്നത് ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു അങ്ങനെയുള്ള എത്ര ഇലമെൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു അറേനകത്തുള്ള നമ്പർ ഓഫ് ഇലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിനകത്ത് എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് ഇലമെൻറ്റ്സ് ഇൻറ്റു സൈസ്. ദെൻ നമ്പർ ഓഫ് ഇലമെൻറ്റ്സ് ഈക്വൽ ടു എന്താണ്, റോസ് ഇൻറ്റു നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കേസിൽ മാർക്ക് 4 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ അറേയുടെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റീജർ ടൈപ്പ് ആണെങ്കിൽ 2 ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്. ദെൻ ഇൻറ്റു അറേ ഇലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്ര ഇലമെൻറ്റ്സ് വരും, 4 റോസിൽ 3 ഇലമെൻറ്റ്സ്, അപ്പോൾ 4 × 3 12 ഇലമെൻറ്റ്സ്. അപ്പോൾ 12 × 2 ദാറ്റ് മീൻസ് 24 ബൈറ്റ്സ്. 24 ബൈറ്റ്സ് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനീഷ്യലൈസിങ് 2-dimensional arrays. നമുക്ക് അറേ 2-dimensional arrayനെ സ്റ്റാറ്റിക്കായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത് പല ടൈപ്പിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു 3 മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ദെൻ ജസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാം. ദെൻ ഐഡൻറ്റിഫൈ 9 റോ സൈസ് ആൻഡ് കോളം സൈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഈ റോ ആൻഡ് കോളം സൈസ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അതിൽ എത്ര ഇലമെൻറ്റ്സ് ഉണ്ടാവും എന്ന് പറയും. അത്രയും ഇലമെൻറ്റ്സിന് ഒരു ബ്രേസിനുള്ളിൽ റിപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 12 ഇലമെൻറ്റ്സ് ഉണ്ട്, ആ 12 ഇലമെൻറ്റ്സിനെ ഒരു ബ്രേസിനുള്ളിൽ റിപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇനീഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേ രീതിക്ക് തന്നെയായിരുന്നു 1-dimensional arrayനെ ഇനീഷ്യലൈസ് ചെയ്ത്. The first 3 elements will be the first row, the second 3 elements will be the second row, and the next 3 elements will be third row, and the last 3 elements will be fourth row. Here we divided them into 3 because our column size is 3. അതായത് ഈ ഒരു അറേ റിപ്രസെൻ്റ് ചെയ്യുന്നത് 2-dimensionലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ടേബിൾ ഫോമിലേക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ ടേബിൾ ഫോമിലല്ല, ജസ്റ്റ് ഒരു 1-dimension ഫോമിലാണ് നമ്മളിവിടെ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് നമ്മുടെ ഈ ഒരു അറേനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആദ്യത്തെ 3 ഇലമെൻറ്റ്സ്, അതായത് ഇവിടെ കോളം സൈസ് 3 ആണ് കൊടുത്തത്. അതായത് ഒരു റോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 3 ഇലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു റോനകത്ത് 3 ഇലമെൻറ്റ്സ് വയ്ക്കുമ്പം 10, 20, 30 എന്നുള്ളത് ഫസ്റ്റ് റോയിലേക്കും 15, 25, 35 എന്നുള്ളത് നെക്സ്റ്റ് റോയിലേക്കും 22, 44, 66 അടുത്ത റോ, ദെൻ 33, 55, 77 എന്ന് പറയുന്നത് അതിന് അടുത്ത റോയിലേക്കായിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേണേഴ്സ്. നമ്മളിങ്ങനെ കൊടുക്കുന്ന ഈ ഒരു കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് രീതിയിൽ റിപ്രസെൻ്റ് ചെയ്യാം, ഓരോ കോളത്തിനകത്തുള്ള വാല്യൂസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് റിപ്രസെൻ്റ് ചെയ്യാം. അതായത് 10, 20, 30, 15, 25. അപ്പോൾ ഓരോരോ റോനകത്തേക്കും എത്ര ഇലമെൻറ്റ്സ് വേണം എന്നുള്ളതിന് ബ്രേസിനുള്ളിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വരും. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടി ഒരു മെയിനായിട്ടൊരു ബ്രേസിനുള്ളിൽ ക്ലോസ് ചെയ്യാം. Here we surrounded each row with a curly brace. It is always good practice to use the curly brace to separate the rows. ഒരു റോനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോ റോയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഓരോ റോയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബ്രേസിനുള്ളിലായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ ദ മെത്തേഡ് 2, ഇനീഷ്യലൈസിങ് 2-dimensional array മെത്തേഡ് 2 ഇൻഡ് മാർക്സ് ഈക്വൽ ടു. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡാണ്. അതായത് ഓരോ റോസിനെയും എന്ത് ചെയ്യണം, ബ്രേസിനുള്ളിലായിട്ട് എഴുതുന്നതിനാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. Here we have not mentioned the row size and the column size. However, the compiler is intelligent enough to calculate the size by checking the number of elements inside the row and column. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് സൈസ് എന്ന്, അതായത് ഈ ഒരു അറേ അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് 2-dimensional അറേസിന് പറയുന്ന മറ്റൊരു പേരാണ് മെട്രിക്സ് എന്ന്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഫോമാറ്റിൽ എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്താണ് സൈസ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ആ സൈസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മൾ ഇതിനകത്ത് വാല്യൂ അസൈൻ ചെയ്യുന്നതിനെ റോ വൈസ് ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ റോയിലേക്കുള്ള ഇലമെൻസിനും ഒരു ബ്രാക്കറ്റിനുള്ളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ എത്ര ഇലമെൻസ് ഉണ്ടോ അത്രയും കോളംസ് ഉണ്ടായിരിക്കും.
അങ്ങനെ എത്ര ബ്രാക്കറ്റ്സിനുള്ളിലായിട്ട് വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അത്രയും റോസ് ഉണ്ടാവും. അത് കമ്പൈലർ എന്ത് ചെയ്തോളും, സെറ്റ് ചെയ്തോളും. ഓക്കെ, വി ക്യാൻ ഓൾസോ റൈറ്റ് ദ 2-dimensional arrays in C as മാർക്ക്. ഇതിൽ നെക്സ്റ്റ് എക്സാമ്പിൾസിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് റോയുടെ സൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ദെൻ എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, കോളം സൈസാണ്. അപ്പം 3 എലമെൻറ്റ്സ് വീതമാണ് ഒരു റോയിലും വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതിനകത്ത് മാക്സിമം എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ നമ്പർ ഓഫ് കോളംസ്, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ നമ്പർ ഓഫ് റോസ് ഇൻറ്റു കോളംസ് ആണെങ്കിൽ ബാക്കിയുള്ള കേസ് എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും, സീറോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ദെൻ മെത്തേഡ് 3 ഇനീഷ്യലൈസിങ് 2-dimensional arrays. അപ്പോൾ ഇവിടെ നമ്മൾ 2-dimensional arrayയുടെ ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് കൊടുക്കാതെയുള്ളത്, അതിനകത്തുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഫസ്റ്റ് റോയിൽ 1 എലമെൻറ്റിനെയും സെക്കൻഡ് റോയിൽ 2 എലമെൻറ്റ്സിനെയും തേർഡ് റോയിൽ എലമെൻറ്റ്സിനെ 1നെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. അവിടെ ഫസ്റ്റ് റോയിൽ 1 എലമെൻറ്റ് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, സെക്കൻഡ് റോയിൽ 2 എലമെൻറ്റ്സ് ആൻഡ് തേർഡ് റോയിൽ നള്ളാണ്, വാല്യൂസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ ഇനി നമുക്ക് 2 എലമെൻറ്റ്സ് കൂടി വേണം. ആ 2 എലമെൻറ്റ്സിനെ എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും, സീറോസ് വെച്ചിട്ട്. ദെൻ സെക്കൻഡ് റോയിൽ 1 എലമെൻറ്റ് കൂടി വേണം, അതിനെ എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും, 0 വെച്ചിട്ട് ഫില്ല് ചെയ്യും. ദെൻ നമുക്ക് തേർഡ് റോ ഇവിടെ സെക്കൻഡ് റോസേ ഉള്ളൂ, 2 റോസേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ 3 റോസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ തേർഡ് റോ എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും, സീറോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. Here we declared a marks array with the row size 2 and column size 3, but we only assigned 1 column in the first row and 2 columns in the second row. In this situation, the remaining values will assign to default values 0. Okay, അതായത് ഇൻറ്റീജർ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻറ്റീജർ ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന പൊസിഷൻസിലൊക്കെ എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും, 0 വാല്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്സസ് 2-dimensional array elements. 2-dimensional array elementsനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 1-dimensional array elementsനെ നമ്മൾ ആക്സസ് ചെയ്തത് array name with സബ്സ്ക്രിപ്റ്റ് വാല്യൂ വെച്ചിട്ടാണ്. 2-dimensional arrayയിലും നമ്മൾ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത് array name with സബ്സ്ക്രിപ്റ്റ് ആണ്. ഇവിടെ പക്ഷേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 2 സബ്സ്ക്രിപ്റ്റ് വാല്യൂസ് യൂസ് ചെയ്യണം. ഫസ്റ്റ് വൺ, നമുക്ക് ആക്സസ് ചെയ്യേണ്ട അറേ എലമെൻ്റ് ഏത് റോയിലാണ്, ആ റോയിലെ എത്രാമത്തെ ലൊക്കേഷനിലാണ്, ഓക്കെ, എത്രാമത്തെ കോളത്തിലാണ്, ഇതുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. We can access the 2-dimensional array using indexes. 2-dimensional array uses 2 index values to access a particular element, where first index specifies the row and the second index specifies the column. Using the index, we can access or alter or change each element present in the array separately. Index value starts from 0 and ends n-1, where n is the size of the row or column. Okay, അപ്പോൾ നമുക്ക് അറേ എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ റോ വാല്യൂ ആൻഡ് കോളം പൊസിഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദെൻ ഫോർ എക്സാമ്പിൾ an array name എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ട്. അതിനകത്ത് 8 നെയിം ഓഫ് 85 എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ വിൽ സ്റ്റോർ 8 റോ എലമെൻറ്റ്സ് ആൻഡ് 5 കോളം എലമെൻറ്റ്സ്. ഓക്കെ, അറേയുടെ നെയിം 85 എന്നാണ് അറേ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് അതിനകത്ത് 8 റോസ് ആൻഡ് 5 കോളം എലമെൻറ്റ്സ് ഉണ്ട്. ടു ആക്സസ് ദ ഫസ്റ്റ് വാല്യൂ, ഏറ്റവും ആദ്യത്തെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണേ നമ്മൾ ഉപയോഗിക്കുക എന്താണ്, നെയിം 00 എന്ന് യൂസ് ചെയ്യും. ടു ആക്സസ് ദ സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം, അതായത് നമ്മൾ കാണുമ്പോൾ മാനുവലി നമ്മൾ കാണുമ്പോൾ ഉള്ള സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം, മാനുവലിൽ കാണുന്ന സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം എന്ന് പറയുമ്പോൾ അത് അറേയുടെ കേസിൽ ഏതായിരിക്കും, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ആയിരിക്കും.
സെക്കൻഡ് റോ എന്ന് പറയുമ്പം അറയിൽ അത് ഫസ്റ്റ് 1 എന്ന് വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താ, അറ കൗണ്ട് ചെയ്യുന്ന സീറോയിലായതുകൊണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് റോയിലെ തേർഡ് കോളം എന്ന് പറയുമ്പം അറ നെയിമിനകത്ത് അത് 1, 2 എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. And to access the 8th row 5th column, then use the array name 7, 4. Okay, let's see the example of C two-dimensional array for better understanding. നമുക്ക് എങ്ങനെയാണ് 2-dimensional arrayയിൽ ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. അത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, the next one, 2-dimensional array needs 2 index values to access an array element. Therefore, you need 2 loops. അതായത് നമുക്കിപ്പോൾ അറേനകത്ത് നിന്ന് വാല്യൂസ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എല്ലാ വാല്യൂസും റീഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ വാല്യൂസും അതിനകത്തേക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഫസ്റ്റ് ലൂപ്പ് ഓർ ഔട്ടർ ലൂപ്പ് റിപ്രസെൻറ്റ്സ് ദ റോ വാല്യൂസ് ആൻഡ് ഇന്നർ ലൂപ്പ് റിപ്രസെൻറ്റ്സ് ദ കോളം വാല്യൂസ്. ഓക്കെ, therefore you need 2 loops, one outer loop to access of each row of the matrix, second loop for each column of this matrix. Generally, the 2-dimensional array elements are represented as A of ij, where A means the array name and I and J represents row and column values respectively. Okay, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു അറേനകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അതായത് ഒരു 2-dimensional array ഓർ ഒരു മെട്രിക്സ് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ദെൻ അതിനെ എങ്ങനെ ടേബിൾ ഫോമാറ്റിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോമാറ്റിൽ പ്രിൻ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് ഡിക്ലറേഷൻ ചെയ്തു. ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇവിടെ എന്താണ്, ഇൻ്റെ A of 3, 4 എന്ന് പറഞ്ഞു. അതായത് 3 rows and 4 columns ആണുള്ളത്. ദെൻ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് INJ എന്ന് പറഞ്ഞാൽ കൺട്രോൾ വേരിയബിൾസിനെ യൂസ് ചെയ്തു. ദെൻ എൻ്റർ എലമെൻറ്റ്സ് ഫോർ മാട്രിക്സ് 3/4. 3/4 മാട്രിക്സിനകത്തേക്ക് എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദെൻ എലമെൻറ്റ്സിനകത്തേക്ക് മാട്രിക്സ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സിംഗിൾ ഡയമെൻഷനൽ അറേയിലേക്ക് വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൂപ്പ് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഒരു സിംഗിൾ ഡയമെൻഷൻ അല്ല, എന്താണ്, സിംഗിൾ ഡയമെൻഷനൽ അറേസിൻ്റെ ഒരു കളക്ഷനാണ് 2-dimensional array എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒരു 2-dimensional arrayയിൽ എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം. അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഔട്ടർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ റോയിലും എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കാം. അത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇന്നർ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 times എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ I = 0, I <= 2. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്തായിട്ട് കൊടുക്കുക, I <3 എന്ന് പറയാം, ഈക്വൽ ടു ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ I <= 2 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, ഐയുടെ വാല്യൂ 0, then 1, then 2, അങ്ങനെ 3 തവണ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ആ ലൂപ്പിനുള്ളിൽ നമ്മൾ അടുത്ത ലൂപ്പിനെ ഡിക്ലെയർ ചെയ്യാണ്. ഫോർ J = 0, J <= 3 ++ J. അപ്പോൾ ഇവിടെ J = 0, J <= 3 എന്ന് പറയുമ്പം ഈ ഇന്നർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പം അത് എത്ര പ്രാവശ്യമായിരിക്കും അതിനകത്ത് റിപ്പീറ്റേഷൻ വരുന്നത്, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 0 ആക്കി വെച്ചിട്ട് 1 ആക്കിയിട്ട് 2, then 3. ഓക്കെ, അങ്ങനെ ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ ഇന്നർ ലൂപ്പ് 4 times എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആവുമ്പോഴും 4 times, ഐയുടെ വാല്യൂ 2 ആവുമ്പോഴും 4 times, അങ്ങനെ ടോട്ടൽ 12 times ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന 12 elements ആണല്ലോ നമുക്ക് റീഡ് ചെയ്യേണ്ടത്. സ്കാൻ ഓഫ് %d &A of ij, where I represents the row and J represents column. അപ്പോൾ ഫസ്റ്റ് കേസിൽ 0th എലമെൻറ്റ് റീഡ് ചെയ്യും. നെക്സ്റ്റ് റോയുടെ വാല്യൂ 0 തന്നെ ആയിരിക്കും, ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും, J 1 ആവും. അപ്പോൾ 0th എലമെൻറ്റ്. ഓക്കെ, ദെൻ നമുക്കിതിനെ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം. Printing the 3/4 dimensional array. 2-dimensional array
നമ്മൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ റീഡ് ചെയ്യാൻ ഉപയോഗിച്ച അതേപോലെ തന്നെയുള്ള സെയിം ലൂപ്പ് തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമുക്കൊരു റോ കഴിഞ്ഞ് നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിൽ വരണം. അപ്പോൾ ഒരു റോ കഴിഞ്ഞ് അടുത്ത റോ എന്ന് പറയുന്ന അടുത്ത ലൈനിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൂപ്പില്ലേ 4i = 0, i <= 2, ഇതല്ലേ റോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ലൂപ്പിനുള്ളിൽ ഇവിടെ ഒരു സ്ലാഷ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക, ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നർ ലൂപ്പിനകത്ത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് അതിനകത്തുള്ള വാല്യൂസ് എല്ലാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ വാല്യൂസൊക്കെ ഓരോരോ ഒരു റോയിൽ തന്നെയായിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോയിൽ അടുപ്പിച്ചടുപ്പിച്ച് നമ്പേഴ്സ് വന്നാൽ നമുക്കതൊരു സിംഗിൾ നമ്പറായിട്ട് മാറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഓരോ ഇലമെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓരോ ഡിജിറ്റിനെ പ്രിൻ്റ് ചെയ്യുന്നതിനും ഒരു 3 കോളം സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 3D എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ഡിജിറ്റ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടാണ് അടുത്തത് വരുന്നത്. ദെൻ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്ത് കൊടുത്തു? പ്രിൻ്റ് ഓഫ് സ്ലാഷൻ കൊടുത്ത് എന്തിനാണ്? ഈ ലൂപ്പ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? നമുക്ക് അടുത്ത റോ എന്ന് പറയുന്നത് നെക്സ്റ്റ് റോയിലായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടി പ്രിൻ്റ് ഓഫ് സ്ലാഷൻ കൊടുത്തു. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് കൂടി കോപ്പി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. for i = 0, i <2, i is used for rows and j is used for columns. ഇവിടെ കമൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട്. ദെൻ പ്രോഗ്രാം ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അറേ 2 ഡയമെൻഷണൽ അറേയിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യണം. ദെൻ അതിനൊന്ന് പ്രിൻ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കമ്പൈൽ ചെയ്തു, സക്സസ് ആണ്. ദെൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. Enter the elements for matrix of size 3, 4. 3, 4 എന്ന സൈസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് 3 rows and 4 എലമെൻറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാട്രിക്സ് ഫോർമാറ്റിൽ തന്നെ എൻറ്റർ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റോയിൽ എത്ര എലമെൻറ്റ്സ് ആണോ ഉള്ളത് ആ എലമെൻറ്റ്സിന് സ്പേസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 4 എലമെൻറ്റ്സ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 4 എലമെൻറ്റ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെക്ക് പ്രസ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഓക്കെ, യൂസർ സ്ക്രീൻ കൊടുത്ത സെയിം ഇതിൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് നമുക്ക് 3 ഡിജിറ്റിൻ്റെ സ്പേസ് വന്നതുകൊണ്ടാണ് കുറച്ചൊരു വലുപ്പമുള്ള ഗ്യാപ്പ് വന്നത്. നമുക്കൊന്നുകൂടി ആ ഒരു പ്രോഗ്രാമിനെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ പ്രോഗ്രാമിനെ ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ വാല്യൂസ് ഇങ്ങനെ ജസ്റ്റ് 12 വാല്യൂ ഞാൻ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഏത് രീതിയിൽ ഇൻപുട്ട് ചെയ്താലും ഔട്ട്പുട്ട് എങ്ങനെ പ്രിൻ്റ് ചെയ്യണം? 2 ഡയമെൻഷണൽ അറേനെ 2 ഡയമെൻഷണൽ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? ഫോർ ലൂപ്പിൽ ബ്രേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ടർ ഫോർ ലൂപ്പിനുള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പ്രിൻ്റ് ഓഫ് സ്ലാഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സ്ലാഷൻസ് യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം എപ്പോഴും നമുക്ക് പ്രോഗ്രാം ലാബിൽ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് മാട്രിക്സ് ഫോർമാറ്റ് തന്നെ ഔട്ട്പുട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ അത് മാട്രിക്സ് ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നമുക്കൊരു ചേഞ്ച് വരുത്താവുന്നത് ഇവിടെ 3, 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റിയിട്ട് 10 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഒരു സൈസ് നമുക്ക് 10,10 എന്ന് പറയുമ്പോൾ 100 എലമെൻറ്റ്സ് ഒക്കെ എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ ഒരു പ്രിൻ്റ് ഓഫ് കൂടി കൊടുത്തിട്ട് പറയുന്നു. പ്രിൻ്റ് ഓഫ് സ്ലാഷൻ
enter size of the matrix. മാട്രിക്സിൻ്റെ സൈസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം മാട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ m/n എന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ %d %d രണ്ട് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യണം. ആംബസിൻ്റെ m ആൻഡ് ആംബസിൻ്റെ n, m/n അല്ലേ? ഓക്കെ. ദെൻ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ എലമെൻറ്റ്സ് ഫോർ മാട്രിക്സ് ഓഫ് സൈസ്. ഇനി നമുക്ക് 3, 4 അല്ല, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? %d 4 എന്നുള്ളതിന് പകരം %d. ഓക്കെ. ദെൻ സ്ലാഷ് ഇവിടെ എന്ത് പറയണം? m, n. ഓക്കെ. ദെൻ ഈ 2 എന്നുള്ള സ്ഥാനത്ത് നമുക്കിനി ലെസ് ദാൻ m, ദെൻ ലെസ് ദാൻ ഈക്വൽ ടുവിൻ്റെ ആവശ്യമില്ല. n-1ഉം m-1ഉം എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ലെസ് ദാൻ m ആൻഡ് ലെസ് ദാൻ n എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്തെല്ലാം വ്യത്യാസം വരുത്തണം? ലെസ് ദാൻ m. എന്തുകൊണ്ട് ലെസ് ദാൻ m എന്ന് കൊടുത്തെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3/4 ആയപ്പോൾ നമ്മൾ 2, 3 എന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ m/n ആയതുകൊണ്ട് m-1 n-1 എന്നൊക്കെ എഴുതുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിച്ചാൽ മതി. ഈക്വൽ ടു വേണ്ട. ഓക്കെ. ദെൻ പ്രിൻ്റ് 2 ഡയമെൻഷണൽ അറേ പ്രിൻ്റ് ചെയ്തു വാല്യൂസ്. ഓക്കെ. അപ്പം ഇനി ഈ ഒരു പ്രോഗ്രാമിനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അതിനെ സേവ് ചെയ്യട്ടെ. സേവ്. Enter the size of the matrix എന്ന് പറഞ്ഞു. Enter the size of the matrix ഞാനൊരു 2/3 matrix എന്ന് കൊടുത്തു. Enter elements for matrix of size 2/3. 2/3 സൈസിൻ്റെ മാട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ 2, 5, 6, 7, 8, 78, 8 ഇത്രയും വാല്യൂസാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ. വൃത്തിയായിട്ട് വന്നു. 2, 3, 5, 6, 7, 8, 8 അതായത് റോ വൈസ് ആണ്. ഇത് റോ മേജർ മാട്രിക്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ആദ്യം എലമെൻറ്റ്സ് എല്ലാം റോ വൈസ് ആയിട്ടാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മാട്രിക്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു.